ഹായ്, ഞാൻ ശിവദാസൻ. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പ്രസന്റ് സിമ്പിളിൻ്റെ പാസീവ് വോയിസ് ആയിരുന്നു. അതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ആക്റ്റീവ് വോയിസ് ആയിരുന്നു. 12 ടെൻസും നമ്മൾ പഠിച്ചത് ആക്റ്റീവ് വോയിസിലാണ്. പ്രസന്റ് ടെൻസിലത്തെ 4, പാസ്റ്റ് ടെൻസിലത്തെ 4, ഫ്യൂച്ചർ ടെൻസിലത്തെ 4, ഇങ്ങനെ 12 ടെൻസ് പഠിച്ചു. ഇത് 12 എണ്ണം ആക്റ്റീവ് വോയിസ്. എന്താണ് ഈ ആക്റ്റീവ് വോയിസ്? സാധാരണ കർത്താവ് കൊണ്ട് തുടങ്ങുന്ന സെന്റൻസിന്റെ തുടക്കത്തിൽ തന്നെ കർത്താവായിരിക്കും. ഇപ്പോൾ ഗൗതം റൈറ്റ്സ് എ ലെറ്റർ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ ഗൗതം എന്നുള്ള ഒരാൾ, അതാണ് കർത്താവ്. അതിലത്തെ അങ്ങനെ കർത്താവിനെ കൊണ്ട് തുടങ്ങുന്ന സെന്റൻസുകൾ, അതിന് കർത്തരി പ്രയോഗം ആക്റ്റീവ് വോയിസ് എന്ന് പറയും. മിക്കവാറും സെന്റൻസുകൾ അങ്ങനെ തന്നെയാണ് തുടങ്ങാറുള്ളത്. പക്ഷെ അതിന് വിഭിന്നമായിട്ടുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഗൗതം റൈറ്റ്സ് എ ലെറ്റർ നമ്മൾ പറഞ്ഞു. ഗൗതം ഒരു കുട്ടിയാണ്. ആ ഗൗതം ഒരു കത്ത് എഴുതുന്നു. ഈ റൈറ്റ്സ് എ ലെറ്റർ എന്നുള്ളത് അവസാനമാണ് വരുന്നത്. അതിന് നമ്മൾ കർമ്മം എന്നാ പറയുക. ഇംഗ്ലീഷിന്റെ രീതി അറിയാമല്ലോ. ആദ്യം കർത്താവ് വരും, പിന്നെ ക്രിയ വരും, പിന്നെ കർമ്മം വരും. മലയാളം ഇങ്ങനെയല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള 12 ടെൻസും നമ്മൾ പഠിച്ചു. ആക്റ്റീവ് വോയിസ്, അതിൻ്റെ പാസീവ് വോയിസും കൂടെ നമ്മൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇംഗ്ലീഷ് സുഗമമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അതും കൂടെ പഠിക്കണം. അത് വളരെ എളുപ്പമാണ്. നമ്മൾ 12 ടെൻസ് പഠിച്ച പോലത്തെ കോംപ്ലിക്കേഷനൊന്നും അതിലില്ല. അതിൽ ഈസ്, ഹാസ്, ഹാവ് അങ്ങനെയുള്ള പ്രയോഗങ്ങളുണ്ടെങ്കിലും അത്ര തന്നെ കൺഫ്യൂഷൻ ഈ പാസീവ് വോയിസിനില്ല. അപ്പോൾ നമ്മൾ പഠിച്ച 12 എണ്ണം ആക്റ്റീവ് വോയിസിലായിരുന്നു, കർത്താവിനെ കൊണ്ട് തുടങ്ങുന്നതായിരുന്നു. അവസാനിക്കുന്ന ഇതായി ഉദാഹരണത്തിൽ നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിൽ എ ലെറ്റർ, ആ ലെറ്റർ വെച്ചിട്ടാണ് ഇനി നമ്മൾ സെൻറ്റൻസ് തുടങ്ങേണ്ടത്. എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ ഗൗതം. അപ്പോൾ ഈസ് റിട്ടൺ നമ്മൾ പ്രസന്റ് സിമ്പിൾ തന്നെയാണ്. അതിൽ നമ്മൾ പഠിച്ചത് റൈറ്റ്സ്. ഈ റൈറ്റ്സ് എന്നുള്ള പ്രസന്റ് സിമ്പിൾ ടെൻസിലെ പാസീവ് വോയിസിൽ ഈസ് എന്ന് കടന്നു വരും. റൈറ്റ്സ് എന്നുള്ളത് ഈസ് റിട്ടൺ എന്നും റൈറ്റ് എന്നുള്ളത് ആർ റിട്ടണുമായിട്ട് മാറും. മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അറിയാലോ, റൈറ്റ്സ് എന്നുള്ളത് സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ ഉപയോഗിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈസ് റിട്ടൺ ആയി മാറും. പ്ലൂറലായിട്ട് വരുമ്പോൾ കർത്താവ് അതിൻ്റെ കൂടെ ഉപയോഗിക്കാനാണ് റൈറ്റ്. അപ്പോൾ അതെന്താവും? ആർ റിട്ടൺ ആയിട്ടും വരും. അപ്പോൾ അർത്ഥത്തിൽ വരുന്ന മാറ്റം, എഴുതുന്നു എന്ന് പ്രസന്റ് സിമ്പിളിൽ നമ്മൾ ആക്റ്റീവ് വോയിസിൽ പഠിച്ചെങ്കിൽ അത് എഴുതപ്പെടുന്നു എന്നായിട്ട് മാറും പാസീവ് വോയിസിൽ. അപ്പോൾ നമ്മൾ പറയില്ലേ, കൈക്കൂലി വാങ്ങിയതായിട്ട് പറയപ്പെടുന്നു. ഈ പറയപ്പെടുന്നു എന്നുള്ളതാണ് ഈസ് റിട്ടൺ, എഴുതപ്പെടുന്നു. ഈസ് സെറ്റ് പറയപ്പെടുന്നു. ഈസ് ടോൾഡ് പറയപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ നമ്മൾ ഇംഗ്ലീഷ് സുഖമായിട്ട് ഉപയോഗിക്കാൻ ആവശ്യം തന്നെയാണ്, പഠിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇത് പ്രസന്റ് സിമ്പിളിൻ്റെ കാര്യം. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസിലേക്ക് പോകുമ്പോഴെങ്ങനെ വരിക? ഗൗതം ഈസ് റൈറ്റിംഗ് എ ലെറ്റർ എന്നാണ് പഠിച്ചത്. അത് ബഹുവചനമാകുമ്പോൾ ഗൗതം ആൻഡ് മാധുരി ആർ റൈറ്റിംഗ് എന്നായി. അപ്പോൾ അതിന് നമ്മൾക്ക് പാസീവ് വോയിസിലേക്ക് ആക്കണം. അത് പാസീവ് വോയിസ് ആക്കുമ്പോൾ അത് ബഹുവചനാണോ സിംഗുലർ ഇതാണോ ഏകവചനാണോ നോക്കിയിട്ട് തന്നെ വേണം നമുക്ക് ചെയ്യാൻ. ഗൗതം എന്നാണെങ്കിൽ ഗൗതം ഈസ് റൈറ്റിംഗ് എ ലെറ്റർ എന്നുള്ളത് ലെറ്റർ എന്നുള്ള ഒബ്ജക്റ്റ് ആദ്യത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ എ ലെറ്റർ ഈസ് ബീയിങ് റിട്ടൺ ബൈ ഗൗതം. ബീയിങ് എന്നുള്ളത് അഡീഷണൽ ആയിട്ട് വരാൻ കാരണം കണ്ടിന്യൂസ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈസ് ബീയിങ് റിട്ടൺ എന്നാവും. ഈസ് റൈറ്റിംഗ് എന്നുള്ളത് പോയിട്ട് ഈസ് ബീയിങ് റിട്ടൺ. അപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നു, എഴുതുകയാണ് എന്നുള്ളത് എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന അർത്ഥത്തിൽ വരും. അപ്പോൾ ഈ പെട്ടു എന്നുള്ള അത് അങ്ങനെ തന്നെ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈസ് ബീയിങ് റിട്ടൺ എന്ന് പറയുമ്പോൾ എഴുതപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു, പ്രസന്റ് ആണ്, എഴുതപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു. ആർ ബീയിങ് റിട്ടൺ എന്ന് പറയുമ്പോഴും ഇതേ അർത്ഥം തന്നെയാണ് വരുന്നത്. അർത്ഥത്തിൽ വലിയ വ്യത്യാസമില്ല. ഒന്ന് ബഹുവചനമായിട്ട് വരുമ്പോൾ ഉപയോഗിക്കാനും ഒന്ന് ഏകവചനമായിട്ട് വരുമ്പോൾ ഉപയോഗിക്കാനും. ഗൗതം ഈസ് റൈറ്റിംഗ് എ ലെറ്റർ എന്നുള്ളത് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ എ ലെറ്റർ ഈസ് ബീയിങ് റിട്ടൺ ബൈ ഗൗതം. ഗൗതമിനാൽ ഒരു കത്ത് കൊണ്ടിരിക്കുന്നു. ആ പ്രസന്റ് കണ്ടിന്യൂസിന് യാതൊരു കാലത്തിനും യാതൊരു മാറ്റവും വരുന്നില്ല. അതിൽ തന്നെയാണ് പറയുന്നത്. അതിനെ പാസീവ് വോയിസ് ആക്കി എന്നേ ഉള്ളൂ. എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള മീനിങ് എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രസന്റ് ടെൻസ് നഷ്ടപ്പെടുന്നില്ല, വർത്തമാനകാലത്തിലെ കണ്ടിന്യൂസ് നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഗൗതം ഒരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഈസ് റൈറ്റിംഗ്, ഗൗതം ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. ഈസ് റൈറ്റിംഗ് എന്നുള്ളത് ഈസ് ബീയിങ് റിട്ടൺ എന്നായിട്ട് മാറും. ശ്രദ്ധിക്കുക ഒന്നുകൂടി. ഗൗതമിന്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്. ഇല്ല, ഈ ലെറ്റർ അല്ല, നമ്മൾ ഒരു ലെറ്ററിന്റെ കാര്യമാണ് പറഞ്ഞത്. എ ലെറ്റർ ഈസ് ബീയിങ് റിട്ടൺ ബൈ ഗൗതം എന്നാണ് നമ്മൾ. ഗൗതം ഈസ് റൈറ്റിംഗ് എ ലെറ്റർ എന്നുള്ളത് എ ലെറ്റർ ഈസ് ബീയിങ് റിട്ടൺ ബൈ ഗൗതം. ഗൗതമിനാൽ ഒരു കത്ത് എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈസ് ബീയിങ് റിട്ടൺ എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ തന്നെ അത് പഠിക്കണം.
ഇനി ഒരു ലെറ്റർ എന്നാൽ നമ്മൾ പറഞ്ഞ ഒരുപാട് കുറേ അധികം ലെറ്ററുകളുണ്ട്, ബഹുവചനമായിട്ട് വരുന്നു കർമ്മം. അപ്പോൾ ലെറ്റേഴ്സ് ആർ ബീയിങ് റിട്ടൺ ബൈ ഗൗതം. ഗൗതമിനാൽ കുറേ കത്തുകൾ എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വേണം നമ്മൾ അതിനെ പഠിക്കാൻ. അപ്പോൾ ഇതിൽ പഠിക്കാനുള്ള ശ്രദ്ധിക്കാനുള്ള ഒന്നേ ഉള്ളൂ, ഈസ് റൈറ്റിംഗ് എന്നുള്ളത് ഈസ് ബീയിങ് റിട്ടൺ ആയിട്ട് മാറും. ആർ റൈറ്റിംഗ്, ഗൗതം ആൻഡ് മാധുരി ആർ റൈറ്റിംഗ് എ ലെറ്റർ എന്നുള്ളത് എന്താവും? ആർ റൈറ്റിംഗ് എന്നുള്ളത് ആർ ബീയിങ് റിട്ടൺ. അർത്ഥത്തിൽ വരുന്ന വ്യത്യാസം എഴുതിക്കൊണ്ടിരിക്കുന്നു, എഴുതുകയാണ് എന്നുള്ളതിനെ എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നായിട്ട് മാറും. 2 സെന്റൻസ് നിങ്ങൾക്ക് ഓർമ്മിക്കാനുള്ളൂ. ഇത് അടിസ്ഥാനമാണ്. ഇത് ഇല്ലാതെന്നും നമ്മൾക്ക് ഇംഗ്ലീഷിലെ ഫ്ലുവൻസി യാതൊരു മേജിക്ക് കൊണ്ടും നമുക്ക് പഠിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ഇംഗ്ലീഷ്, സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്ന സ്പോക്കൺ നിങ്ങൾ പഠിച്ചതിന് ശേഷം ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് അതിന് മറുപടി പറയാൻ കഴിയും. ഞാൻ പറഞ്ഞു തരാത്തൊരു കാര്യമാണ് അയാൾ ചോദിച്ചതെങ്കിലോ? അപ്പം നമ്മൾ പഠിക്കേണ്ടത് സെന്റൻസ് എങ്ങനെ ഉണ്ടാക്കിയിട്ട് മറുപടി പറയാമെന്നാണ്. ഏത് ചോദ്യം ചോദിച്ചാലും പറയാൻ പ്രാപ്തനാക്കണം നമ്മളെ. അപ്പോൾ ആ സെന്റൻസ് ഫോം ചെയ്യാനുള്ള ഐഡിയയാണ് നമ്മൾ പഠിക്കേണ്ടത്. എങ്ങനെ സെന്റൻസ് ഉണ്ടാക്കാം, ഏത് ചോദ്യം ചോദിച്ചാലും എനിക്ക് ഉണ്ടാക്കി പറയാൻ കഴിയുന്ന ഒരു നിലയിലേക്ക് നമ്മളിത് പഠിച്ചിട്ടെത്തണം. ഞാൻ കുറച്ച് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഡയലോഗ് പറഞ്ഞു തരുന്നു, നിങ്ങളത് കാണാപാഠം പഠിക്കുന്നു. ഞാൻ പറഞ്ഞതല്ല നിങ്ങളുടെ മുന്നിലുള്ള ആൾ ചോദിച്ചതെങ്കിലോ? അങ്ങനെയും വരാം. അപ്പം നമ്മളെ ഇത് ഏത് ചോദ്യത്തിനും ഉത്തരം പറയാനുള്ള ഒരു കഴിവ് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കലാണ് ഇംഗ്ലീഷ് ഫോർമേഷൻ ബേസിക് സെന്റൻസ് കൊണ്ട് സാധിക്കേണ്ടത്. ഏത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയാൻ ഉള്ള ഒരു നിലയിലേക്ക് നമ്മൾ എത്തണം ഇംഗ്ലീഷ് പഠിച്ചിട്ട്. കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു, നമ്മളത് ഏറ്റു പഠിക്കുന്നു, കാണാപാഠം പഠിക്കുന്നു. അത് ഇംഗ്ലീഷ് ഫ്ലുവൻസി ഉണ്ടാക്കാനുള്ള ഒരു വഴിയല്ല. ഏത് ചോദ്യം ചോദിച്ചാലും മറുപടി പറയാനുള്ള ഒരു കപ്പാസിറ്റി നമ്മളിൽ ഇംഗ്ലീഷ് പഠിച്ചിട്ട് വരണം. അപ്പോൾ ശ്രദ്ധിക്കുക, ഈസ് റൈറ്റിംഗ് എന്നുള്ളത് ഈസ് ബീയിങ് റിട്ടൺ, എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ബഹുവചനം വരുമ്പോഴും ആർ ബീയിങ് റിട്ടൺ എന്ന് നമ്മൾ ഉപയോഗിക്കും. അതിൻ്റെ അർത്ഥം തന്നെയാണ്, ഇത് തന്നെയാണ്, എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒന്ന് ബഹുവചനമാവുമ്പോൾ ഉപയോഗിക്കാനും ആർ ബീയിങ് റിട്ടൺ, ഈസ് എന്നുള്ളത് ഏകവചനമായിട്ട് വരുമ്പോൾ ഉപയോഗിക്കാനുള്ളതാണ്. അർത്ഥത്തിൽ വലിയ വ്യതിയാനമൊന്നും വരുന്നില്ല. ഇനി അടുത്തത് ഇതിൻ്റെ പെർഫെക്റ്റ് ടെൻസ് ആണ് പഠിക്കാനുള്ളത്. ഹാസ് റിട്ടൺ, ഹാവ് റിട്ടൺ എന്നിവ പഠിച്ചു. അതിൻ്റെ തന്നെ എഴുതിയിട്ടുണ്ട്, എഴുതിയിരിക്കുന്നു എന്ന അർത്ഥത്തിൽ വരുമ്പോൾ അതിൻ്റെ പാസീവ് വോയിസ് ആണ് പിന്നീട് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ സിമ്പിളാണ്. ആക്റ്റീവ് വോയിസിലുള്ളത്ര തന്നെ കോംപ്ലിക്കേഷൻ ഈ പാസീവ് വോയിസിൽ വരുന്നില്ല. ഒരു ഉദാഹരണം പഠിച്ചാൽ എല്ലായിടത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ പ്രാപ്തരാകും നമ്മളത് ബൈഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ശ്രദ്ധിക്കുക, ഈസ് ബീയിങ് റിട്ടൺ, ആർ ബീയിങ് റിട്ടൺ, എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ രീതിയിലാണ് അർത്ഥം നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. അടുത്തത് പെർഫെക്റ്റ് ടെൻസ് ആണ്. പെർഫെക്റ്റിൽ വരുന്നത് കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. കണ്ടിന്യൂഷൻ ഉണ്ടാവില്ല അതിൽ. പ്രസൻറ്റ് പെർഫെക്റ്റ്ലി നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഹാസ് റിട്ടൺ, ഹാവ് റിട്ടൺ എന്ന്. അതിൻ്റെ തന്നെ അതിനെ ഒരു ബീൻ ചേർത്തിട്ട് പാസീവ് വോയിസ് ഉണ്ടാക്കാം. നമുക്ക് എളുപ്പമാണ്. കണ്ടിന്യൂസിലുള്ള പോലത്തെ പ്രയാസമൊന്നും അതിലില്ല. ഇതൊക്കെ ഒരു ഹെൽപ്പിംഗ് വെർബിൻ്റെ തന്നെ ഒരു ഫോമാണ്. ബി എന്നതിൻ്റെ ഫോം ഇതാണ്. ബി ആയിരിക്കുക എന്നുള്ള അർത്ഥത്തിൻ്റെ അതിൻ്റെ തന്നെ വകഭേദങ്ങളാണ് ഇതെല്ലാം. ശേഷം ഇന്നേക്ക് ക്ലാസ്സിൽ ഇത്രയും മതി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം. ശ്രദ്ധിക്കുക, ഓർമ്മിക്കേണ്ട, ഫോക്കസ് ചെയ്യേണ്ട ഒരേ ഒരു കാര്യമാണ് ഈസ് റൈറ്റിംഗ് എന്നുള്ളത് ഈസ് ബീയിങ് റിട്ടൺ ആവും. ആർ റൈറ്റിംഗ് എന്നുള്ളത് ആർ ബീയിങ് റിട്ടൺ, എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആയിട്ട് മാറും. എല്ലാവർക്കും നമസ്കാരം. ഈ ക്ലാസ് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നോട്ടിഫിക്കേഷൻ നിങ്ങൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതിനോടൊപ്പം കിട്ടുന്നതായിരിക്കും. ശരി, എല്ലാവർക്കും നന്ദി, നമസ്കാരം.